ഹരി ഓം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മഹാലക്ഷ്മി അഷ്ടകമാണ്. മഹാലക്ഷ്മിയുടെ അഷ്ടകം. അഷ്ടകം എന്ന് പറഞ്ഞാൽ 8 മന്ത്രങ്ങൾ അടങ്ങിയിട്ടുള്ള സ്തോത്രമാണിത്. ഈ സ്തോത്രത്തിൽ സ്തുതിക്കപ്പെടുന്നത് മഹാലക്ഷ്മിയാണ്, വിഷ്ണുവിൻ്റെ ധർമ്മപത്നിയാണ്, എല്ലാ ഐശ്വര്യത്തിൻ്റെയും മൂർത്തിമത് ഭാവമായ ദേവിയാണ്. ഇത് രചിച്ചിട്ടുള്ളത് ദേവേന്ദ്രനാണ്. ആദ്യം നമുക്ക് ഈ 8 മന്ത്രങ്ങളെ ഒന്ന് ചൊല്ലാം, ഈ സ്തോത്രം ഒന്ന് ചൊല്ലാം, പിന്നെ അതിൻ്റെ അർത്ഥം ചെറുതായിട്ടൊന്ന് വിശകലനം ചെയ്യാം. സ്തോത്രം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഓം ശ്രീ മഹാലക്ഷ്മ്യഷ്ടകം. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മീ നമോസ്തുതേ. നമസ്തേ ഗരുഡാരൂഢേ കോലാസുരഭയങ്കരി സർവപാപഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. സർവജ്ഞേ സർവവരദേ സർവദുഷ്ടഭയങ്കരി സർവദുഃഖഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. സിദ്ധിബുദ്ധിപ്രദേ ദേവി ഭുക്തിമുക്തിപ്രദായിനി മന്ത്രമൂർത്തേ സദാ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. ആദ്യന്തരഹിതേ ദേവി ആദിശക്തി മഹേശ്വരി യോഗജേ യോഗസംഭൂതേ മഹാലക്ഷ്മീ നമോസ്തുതേ. സ്ഥൂലസൂക്ഷ്മ മഹാരൗദ്രേ മഹാശക്തി മഹോദരി മഹാപാപഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. പദ്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശി ജഗന്മാതഃ മഹാലക്ഷ്മീ നമോസ്തുതേ. ശ്വേതാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ ജഗത്സ്ഥിതേ ജഗന്മാതഃ മഹാലക്ഷ്മീ നമോസ്തുതേ. മഹാലക്ഷ്മ്യഷ്ടകം സ്തോത്രം യഃ പഠേത് ഭക്തിമാൻ നരഃ സർവസിദ്ധിമവാപ്നോതി രാജ്യം പ്രാപ്നോതി സർവദാ. ഇതാണ് അഷ്ടകം. ഇവിടെ മഹാലക്ഷ്മി നമഃ തേ അസ്തു എന്നാണ് എല്ലായിടത്തും പറയുന്നത്. നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. ആർക്ക്? മഹാലക്ഷ്മിക്ക്. വിഷ്ണുവിൻ്റെ പത്നിഭാവത്തിൽ എല്ലാ ഐശ്വര്യത്തിൻ്റെയും മൂർത്തിമത് ഭാവമായി പ്രകാശിക്കുന്നവളാണ് മഹാലക്ഷ്മി. പ്രകാശിക്കുന്നവളായതുകൊണ്ടാണ് ദേവി എന്ന് വിളിക്കുന്നത്. നമുക്ക് ഈ പ്രപഞ്ചത്തിൽ എന്തിനെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ മറ്റൊരു പ്രകാശത്തിൻ്റെ ആശ്രയം ആവശ്യമാണ്. അഗ്നിയുടെയോ ചന്ദ്രൻ്റെയോ സൂര്യൻ്റെയോ ഒക്കെ പ്രകാശത്തിലാണ് നമ്മൾ പലതും അറിയുന്നത്. എന്നാൽ ദേവിയെ അറിയാൻ മറ്റൊരു പ്രകാശവും ആവശ്യമില്ല. ദേവി സ്വയം പ്രകാശ സ്വരൂപിണിയാണ്. എല്ലാ പ്രകാശങ്ങളുടെയും ഉറവിടം ദേവിയിൽ നിന്നാണ്. അതുപോലെ ദേവിക്ക് മറ്റൊന്നിനെ അറിയാൻ മറ്റൊരു പ്രകാശം ആവശ്യമില്ല. സ്വയം തന്നെ എല്ലാം അറിയാൻ സാധിക്കുന്നവളാണ്. അതുകൊണ്ട് മഹാലക്ഷ്മിയെ ഇവിടെ ദേവി എന്ന് വിശേഷിപ്പിക്കുന്നു. ആ മഹാലക്ഷ്മിക്ക് എൻ്റെ നമസ്കാരം ഭവിക്കട്ടെ എന്നാണ് ഇവിടെ പറയുന്നത്. ആദ്യമായി തന്നെ വിളിക്കുന്നു മഹാമായേ. മഹാമായ സ്വരൂപിണിയായവളെ. മായ, ഇവിടെ പലതുണ്ടെന്ന് നമ്മെ തോന്നിപ്പിക്കുന്ന ശക്തിയാണ് മായ. വാസ്തവത്തിൽ ഇവിടെ ഏകവും അദ്വിതീയവുമായ പരബ്രഹ്മം മാത്രമേ ഉള്ളൂ. പക്ഷെ പലതുണ്ടെന്ന് തോന്നി ആ പലതിനെ അനുഭവിച്ചുകൊണ്ട് സുഖവും ദുഃഖവും മാറി മാറി അനുഭവിച്ച് ഈ സംസാരമാകുന്ന ചക്രത്തിൽ നമ്മെ ഇങ്ങനെ കറക്കുന്ന ശക്തിയാണ് മഹാമായ. ആ മഹാമായയ്ക്കായിക്കൊണ്ട് നമസ്കാരം. ശ്രീപീഠേ, എല്ലാ ഐശ്വര്യത്തിൻ്റെയും പീഠമാണ്, എല്ലാ ഐശ്വര്യത്തിൻ്റെയും ഇരിപ്പിടം. പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഐശ്വര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടോ അതിൻ്റെ മൂലം തേടിപ്പോയാൽ ദേവിയിൽ തന്നെ എത്തും. എല്ലാം ഉദ്ഭവിക്കുന്നത് ദേവിയിലാണ്. അതുകൊണ്ട് ദേവി ശ്രീപീഠയാണ്. സുരപൂജിതേ, സുരന്മാരാൽ പൂജിക്കപ്പെടുന്നവൾ, ആരാധിക്കപ്പെടുന്നവൾ. സുരന്മാർക്ക് പല ഐശ്വര്യങ്ങളുമുണ്ട്. അതെല്ലാം ലഭിക്കുന്നത് ദേവിയുടെ കൃപാകടാക്ഷം കൊണ്ടാണ്. അതുകൊണ്ട് ദേവിയെ പ്രീതിപ്പെടുത്താൻ സദാ ദേവിയെ പൂജിച്ചുകൊണ്ട് അവരിയ്ക്കുന്നു. ആ സുരന്മാർ പോലും ദേവിയെ പൂജിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെയൊക്കെ കാര്യം പറയേണ്ടതുണ്ട്. എല്ലാവരും ദേവിയെ പൂജിക്കുന്നു എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കണം. കാരണം എല്ലാവർക്കും ഐശ്വര്യം ഇഷ്ടമാണ്, ആവശ്യമാണ്. ശംഖചക്ര ഗദാഹസ്തേ, ദേവിയുടെ കയ്യിൽ ശംഖുണ്ട്, ചക്രമുണ്ട്, ഗദയുണ്ട്. ഇതുപയോഗിച്ചിട്ടാണ് ദേവി ഭക്തരെ അനുഗ്രഹിക്കുന്നത്. ഇവിടെ ചക്രം കാലത്തെ സൂചിപ്പിക്കുന്നു, ഗദ ദണ്ഡത്തെ സൂചിപ്പിക്കുന്നു, ദുഷ്ടന്മാരെ ദണ്ഡിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ ശംഖ് എന്ന് പറയുന്നത് അറിവിനെ സൂചിപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിൽ നിന്നും ആത്മബോധം ഉണർത്തുന്നത് ദേവിയുടെ ശംഖനാദ ധ്വനിയായിട്ടാണ് സങ്കല്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് ശംഖും അതുപോലെ ചക്രവും ഗദയും കയ്യിൽ ധരിച്ചിരിക്കുന്ന മഹാലക്ഷ്മിക്ക് നമസ്കാരം. ഗരുഡാരൂഢേ, ഗരുഡന്റെ പുറത്ത് ഇരിക്കുന്നവൾ, ഗരുഡനെ വാഹനമാക്കിയവൾ.
ഗരുഡന് വളരെ വേഗതയാണ്. അപ്പോൾ ഗരുഡനെ വാഹനമാക്കാൻ കാരണം ഭക്തരെ വിളിച്ചാൽ ഉടനെ തന്നെ ഭക്തരുടെ അടുത്തേക്ക് എത്തണം, വളരെ പെട്ടെന്ന് തന്നെ എത്തണം. അതുകൊണ്ടാണ് ഗരുഡന്റെ പുറത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ഭക്തരോട് കരുണയുള്ളവരാണ്, വിളിച്ചാൽ വിളിപ്പുറത്താണ് എന്ന് സൂചിപ്പിക്കാനാണ് ഗരുഡാരൂഢ എന്നിവിടെ വിളിക്കുന്നത്. കോലാസുര ഭയങ്കരി, കോലൻ എന്നു പേരുള്ള അസുരനെ തൻ്റെ യുദ്ധപരാക്രമം കൊണ്ട് ഭയപ്പെടുത്തിയവൾ, പിന്നീട് അസുരനെ വധിക്കുന്നു ആ യുദ്ധത്തിൽ. അങ്ങനെയുള്ളവളായതുകൊണ്ട് കോലാസുര ഭയങ്കരി, ആ അമ്മയ്ക്ക് നമസ്കാരം. സർവപാപഹരേ, എല്ലാ പാപങ്ങളും ഹരിക്കുന്നവൾ. ചെറുതെന്നോ വലുതെന്നോ എന്ന വ്യത്യാസമില്ല, എല്ലാ പാപങ്ങളും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇല്ലാതെയാകും. ഇല്ലാതെയാകുമെന്ന് പറഞ്ഞാൽ പാപം മാത്രമല്ല ഇല്ലാതെയാകുന്നത്, പാപം ചെയ്യാനുള്ള വാസന പോലും ഇല്ലാതെയാകും. അത്രയും ശക്തിയുണ്ട് അമ്മയുടെ അനുഗ്രഹത്തിന്. അതുകൊണ്ട് അമ്മയെ ഭജിക്കുമ്പോൾ പാപം ചെയ്യാനുള്ള വാസനയും കുറഞ്ഞു കുറഞ്ഞു വരും. ജീവിതത്തിൽ അത് ശ്രേഷ്ഠത നൽകും. അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം. സർവജ്ഞേ, എല്ലാം അറിയുന്നവൾ. നമുക്ക് പരിമിതിയുണ്ട്, ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും പരിമിതിയുണ്ട്. അതിലുള്ളതേ അറിയാൻ നമുക്ക് സാധിക്കും. എന്നാൽ ദേവി ദേശത്തിനും കാലത്തിനും അതീതയായി വർത്തിക്കുന്നവളാണ്. അതുകൊണ്ട് എല്ലാം അറിയുന്നു. ഭക്തരുടെ ഉള്ളിൽ എന്താണെന്ന് ഭക്തർ പറയാതെ തന്നെ അറിയുന്നു. അപ്പോൾ ദേവിയെ ശരണം പ്രാപിച്ചാൽ പിന്നെ പ്രത്യേകിച്ച് ഇന്നത് വേണം, ഇന്നത് ചെയ്തു തരണം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ശരണാഗതി മാത്രം മതി. ദേവിയുടെ അനുഗ്രഹം തനിയെ ഉണ്ടാകും, വേണ്ടതെല്ലാം തനിയെ കിട്ടും. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സർവവരദേ, എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നവൾ. ഇന്നതേ ചോദിക്കാൻ പാടൂ എന്നില്ല, ദേവിയോട് എന്തും ചോദിക്കാം. ചോദിക്കുന്നത് എന്തും നൽകുന്ന കരുണാമൂർത്തിയാണ് ദേവി. സർവദുഷ്ട ഭയങ്കരി, എല്ലാ ദുഷ്ടന്മാർക്കും ഭയത്തെ ജനിപ്പിക്കുന്നവൾ. ദുഷ്ടന്മാരെ ദണ്ഡിക്കുന്നവളാണ്, ശിക്ഷിക്കുന്നവളാണ്, അതിനുള്ള ശക്തിയുള്ളവളാണ്. അതുകൊണ്ട് ദുഷ്ടന്മാർക്ക് സദാ ഭയമുണ്ടാകും. ദേവി ശിക്ഷിക്കൂ, ദേവി ശിക്ഷിക്കൂ. തെറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഭയം ഉള്ളിലുണ്ടാകും. അങ്ങനെ ദുഷ്ടന്മാർക്ക് ഭയത്തെ ജനിപ്പിക്കുന്നവളായ അമ്മയ്ക്ക് നമസ്കാരം. സർവദുഃഖഹരേ, എല്ലാ ദുഃഖങ്ങളെയും അപഹരിക്കുന്നു. അമ്മയുടെ ഭക്തന് ഒരിക്കലും ഒരു ദുഃഖവും ഉണ്ടാവുകയില്ല. അപ്പോൾ ദേവിയെ ഇങ്ങനെ സ്തുതിക്കുന്ന സമയത്ത്, ദേവിയുടെ അനുഗ്രഹം ഇങ്ങനെ ലഭിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും ദുഃഖം കുറേശ്ശെ കുറേശ്ശെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് പരമാനന്ദാനുഭൂതി ദേവി ഉണ്ടാക്കിത്തരും. അങ്ങനെയുള്ള മഹാലക്ഷ്മിക്ക് നമസ്കാരം. സിദ്ധി ബുദ്ധി പ്രദേ, സിദ്ധിയും ബുദ്ധിയും പ്രദാനം ചെയ്യുന്നവൾ. സിദ്ധി എന്ന് പറഞ്ഞാൽ 8 സിദ്ധികളുണ്ട്. അതായത് വലുതാകാനും ചെറുതാകാനും ഒക്കെ അണിമ ഗരിമ എന്നൊക്കെ പറയുന്ന സിദ്ധികളുണ്ട്. ആ സിദ്ധികൾ പ്രദാനം ചെയ്യുന്നവൾ എന്നൊരർത്ഥമെടുക്കാം. അതല്ലെങ്കിൽ ജീവിതത്തിൽ വിജയത്തെ പ്രദാനം ചെയ്യുന്നവൾ എന്നർത്ഥവും എടുക്കാം. അതുപോലെ ബുദ്ധിയെ പ്രദാനം ചെയ്യുന്നു. ബുദ്ധി എന്ന് പറഞ്ഞാൽ അറിവ് എന്നെടുക്കാം. അതുപോലെ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്താനുള്ള ശേഷിയുള്ള ബുദ്ധി നൽകുന്നവൾ എന്ന അർത്ഥവും എടുക്കാം. ഈ 2 അർത്ഥത്തിൽ നോക്കിയാലും നല്ല അറിവുണ്ടെങ്കിലും അതുപോലെ മനസ്സിനെ നിയന്ത്രണത്തിൽ നിർത്താൻ സാധിക്കുന്ന ധീ ഉണ്ടെങ്കിലും ജീവിതത്തിൽ വിജയമുണ്ടാകും, സിദ്ധി ഉണ്ടാകും. അപ്പോൾ സിദ്ധിയെയും ബുദ്ധിയെയും പ്രദാനം ചെയ്യുന്നവളാണ് ആ അമ്മയ്ക്ക് നമസ്കാരം. ഭുക്തി മുക്തി പ്രദായിനി, ഭുക്തിയും നൽകുന്നു, മുക്തിയും നൽകുന്നു, ഭോഗവും നൽകുന്നു, മോക്ഷവും നൽകുന്നു. പ്രപഞ്ചത്തിലുള്ള സുഖങ്ങളും ദേവിയിൽ നിന്നാണ് ലഭിക്കുന്നത്. പ്രപഞ്ചത്തിനതീതമായ പരമാനന്ദാനുഭൂതിയും ദേവിയിൽ നിന്നാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ഭുക്തിയും മുക്തിയും ഒരുപോലെ ദാനം ചെയ്യുന്നവളാണ് ദേവി. പലരും ഭുക്തിക്ക് വേണ്ടിയാണ് ദേവിയെ വിളിക്കാറുള്ളത്, മുക്തി ആഗ്രഹിക്കുന്നവർ കുറവാണ്. അപ്പോൾ ഭുക്തിക്ക് വേണ്ടി വിളിക്കുന്നവർക്ക് പോലും അനുഗ്രഹം ചൊരിയുന്നവളാണ്. അതുകൊണ്ട് ഭുക്തിയും മുക്തിയും പ്രദാനം ചെയ്യുന്നവളാണ്. മന്ത്രമൂർത്തേ, മന്ത്രം സ്വരൂപമായുള്ളവൻ. മനനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നതെന്തോ അതാണ് മന്ത്രം. അപ്പോൾ അങ്ങനെ മന്ത്രഭാവത്തിൽ ഏത് മന്ത്രമായാലും ഭക്തനെ രക്ഷിച്ചു കൊണ്ടിരിക്കുന്നവളാണ് ദേവി. മന്ത്രം പ്രകടമാകുന്നത് ദേവിയിൽ നിന്നാണ്. ദേവി തന്നെയാണ് മന്ത്രം എന്ന് മനസ്സിലാക്കി വേണം മന്ത്രത്തെ ജപിക്കാൻ. അത്രയും ബഹുമാനത്തോടു കൂടി വേണം ജപിക്കാൻ. അങ്ങനെയുള്ള മന്ത്രസ്വരൂപിണിയായ ദേവിക്ക് നമസ്കാരം. സദാദേവി, എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നവൾ. ദേവി നിത്യസ്വരൂപിണിയാണ്. അവിടെ ഏറ്റക്കുറച്ചിലുകളില്ല, എപ്പോഴും ഒരുപോലെ തന്നെ ശോഭിക്കുന്നവളാണ്. അങ്ങനെയുള്ള മഹാലക്ഷ്മിക്ക് നമസ്കാരം. ആദ്യന്തരഹിതേ, ആദിയുമില്ല അന്തവുമില്ല, തുടക്കവുമില്ല ഒടുക്കവുമില്ല, നിത്യവസ്തുവാണ്, സനാതന ബ്രഹ്മമാണ്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ തുടങ്ങി ഇപ്പോൾ അവസാനിച്ചു എന്ന കാലഭേദമോ ഇവിടെ അവിടെ എന്ന ദേശഭേദമോ ദേവിക്കില്ല. അതുകൊണ്ട് ആദ്യന്തരഹിതയാണ് ദേവി. ആ ദേവിക്ക് നമസ്കാരം. ആദിശക്തി, എല്ലാ ശക്തിയുടെയും ഉറവിടം.
പ്രപഞ്ചത്തിൽ പല ശക്തികളും നമുക്ക് കാണാൻ സാധിക്കും. ആ ശക്തികളുടെ എല്ലാം ഉറവിടം തേടി ചെന്നാൽ നമ്മൾ ചെന്നെത്തുന്നത് ദേവിയുടെ തൃപ്പാദങ്ങളിലാണ്. അപ്പോൾ മഹാശക്തിയായിരിക്കുന്നവളാണ്, ആദിശക്തിയായിരിക്കുന്നവളാണ് ദേവി. മഹേശ്വരി, മഹാ ഈശ്വരി. ഈശ്വരി എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൾ. ഈ പ്രപഞ്ചത്തെ ഭരിക്കുന്ന പല ശക്തികളുമുണ്ട്, അവരെ പോലും ഭരിക്കുന്നവളാണ് ദേവി. എല്ലാവരെയും നിയന്ത്രിച്ചു നിർത്തുന്ന മഹാശക്തിയാണ് ആ ആദിശക്തിയായ മഹേശ്വരിക്ക് നമസ്കാരം. യോഗജേ യോഗസംഭൂതേ. ഇവിടെ യോഗത്തെ ജനിപ്പിക്കുന്നവൾ എന്നും യോഗത്തിൽ ജനിക്കുന്നവൾ അഥവാ യോഗത്തിൽ ഭവിക്കുന്നവൾ എന്നും രണ്ടർത്ഥത്തിലെടുക്കാം. യോഗം എന്ന് പറഞ്ഞാൽ ജീവബ്രഹ്മ ഐക്യമാണ്. ഇവിടെ രണ്ടും ഉണ്ടെന്നുള്ള ദ്വൈതഭാവം ഇല്ലാതെയായി ഏകാദ്വിതീയമായ അനുഭൂതി, പരമാനന്ദാനുഭൂതിയാണ് യോഗം. ആ യോഗത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പരമാനന്ദം ദേവി തന്നെയാണ്. അതുകൊണ്ട് യോഗത്തിൽ ജനിക്കുന്നവൾ എന്നർത്ഥമെടുക്കാം. ആ യോഗത്തെ, ആ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നവളാണ്, അതുകൊണ്ട് യോഗത്തെ ജനിപ്പിക്കുന്നവൾ എന്നർത്ഥവും എടുക്കാം. അങ്ങനെ യോഗജയുമാണ്, യോഗസംഭൂതയുമാണ് മഹാദേവി. ആ മഹാലക്ഷ്മിക്ക് നമസ്കാരം. സ്ഥൂല സൂക്ഷ്മ മഹാരൗദ്രേ. സ്ഥൂലമായത്, ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ സാധിക്കുന്നതാണ് സ്ഥൂലമായത്, അത് ദേവിയാണ്. സൂക്ഷ്മമായത്, ഇന്ദ്രിയങ്ങൾക്ക് അറിയാൻ സാധിക്കാത്തതും ദേവിയാണ്. ഇങ്ങനെ രണ്ട് ഭാവത്തിലുമുള്ള ദേവിയെ പരിപൂർണമായി നമ്മൾ കാണാൻ ശ്രമിച്ചാൽ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല, നമ്മുടെ മനസ്സിനത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അത്രയും മഹാരൗദ്രമായ ഭാവമായിരിക്കും അത്. വിശ്വരൂപ ദർശനത്തിൽ അർജുനൻ ഭയപ്പെടുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ മഹാരൗദ്രഭാവത്തിൽ ഇരിക്കുന്നവളും ദേവിയാണ്. സ്ഥൂലവുമാണ്, സൂക്ഷ്മവുമാണ്. പൂർണ്ണമായി നോക്കിയാൽ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആ മഹാരൗദ്രഭാവത്തിൽ ഇരിക്കുന്നവളാണ്. അങ്ങനെയുള്ള മഹാലക്ഷ്മിക്ക് നമസ്കാരം. മഹാശക്തി, മഹത്തായ ശക്തി, എല്ലാ ശക്തിയുടെയും ഉറവിടം. ആദിശക്തി എന്ന് നേരത്തെ പറഞ്ഞു, അതേ അർത്ഥം തന്നെ. എല്ലാ ശക്തിയുടെയും ഉറവിടം, ഏറ്റവും ശ്രേഷ്ഠമായ ശക്തി. അതിനപ്പുറം ഒരു ശക്തിയില്ല, അതിനെ ലംഘിക്കാൻ ആർക്കും സാധിക്കുകയുമില്ല. അങ്ങനെയുള്ള ശക്തി ഉള്ളവളാണ് ദേവി. ആ ദേവിക്ക് നമസ്കാരം. മഹോദരി, വലിയ വയറുള്ളവൾ. ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രസവിക്കുന്നവളാണ് അമ്മ. ശ്രീമാതാവാണ് അമ്മ. അപ്പൊ പ്രപഞ്ചത്തെ മുഴുവൻ പ്രസവിക്കുന്നു, ആ പ്രപഞ്ചത്തെ നിലനിർത്തുന്നു, ക്രമേണ ആ പ്രപഞ്ചത്തെ തൻ്റെ ഉള്ളിലേക്ക് തന്നെ ആക്കുന്നു. അപ്പോൾ അത്രയും വലിപ്പം അമ്മയ്ക്കുണ്ടെന്ന് കാണിക്കാൻ മഹോദരി എന്നിവിടെ പറയുന്നു. മഹാപാപഹരേ ദേവി. വലിയ വലിയ പാപങ്ങൾ പോലും ദേവി ഇല്ലാതെയാക്കുന്നു. മറ്റൊരു പ്രായശ്ചിത്തവും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. പരിപൂർണ ശരണാഗതി നമുക്കുണ്ടാവണം. ദേവിയാണ് ഏകാശ്രയം എന്ന ഭാവത്തോടു കൂടി, പൂർണ്ണ ഭക്തിയോടുകൂടി ദേവിയെ സ്തുതിച്ചാൽ വലിയ വലിയ പാപങ്ങൾ പോലും തനിയെ ഇല്ലാതെയാകും. അതിൻ്റെ ഫലം പിന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരില്ല. അത്രയും കരുണയുള്ള മാതൃസ്വരൂപിണിയാണ് അമ്മ. ആ മഹാലക്ഷ്മിക്ക് നമസ്കാരം. പത്മാസനസ്ഥിതേ. താമരയിൽ ഇരിക്കുന്നവളാണ് ആ ദേവിക്ക് നമസ്കാരം. പരബ്രഹ്മസ്വരൂപിണി. സാക്ഷാത് പരബ്രഹ്മം തന്നെയാണ് ദേവിയുടെ സ്വരൂപം. സാക്ഷാത് പരബ്രഹ്മം തന്നെയാണ്, അതിലൊരു ഭേദവുമില്ല, ഒരു ചോദ്യവുമില്ല. അങ്ങനെയുള്ള പരബ്രഹ്മസ്വരൂപിണിയായ മഹാലക്ഷ്മിക്ക് നമസ്കാരം. നമ്മൾ പലതായി കാണുന്നു, അത് നമ്മുടെ മനസ്സിൻ്റെ കുഴപ്പമാണ്. വാസ്തവത്തിൽ ഈ പലതുള്ളപ്പോഴും ഏകമേ ഉള്ളൂ. ആ ഏകമായ പരബ്രഹ്മം തന്നെയാണ് ദേവി. ആ ദേവിക്ക് നമസ്കാരം. പരമേശി, പരമമായ ഈശ്വരി, എല്ലാം നിയന്ത്രിക്കുന്ന മഹാശക്തി. ജഗന്മാത, ജഗത്തിനെ പ്രസവിക്കുന്നവൾ, വളർത്തുന്നവൾ, അതുകൊണ്ട് ജഗന്മാതാവാണ് ദേവി. അങ്ങനെയുള്ള മഹാലക്ഷ്മിക്ക് നമസ്കാരം. ശ്വേതാംബരധരേ. വെളുത്ത വസ്ത്രം ധരിച്ചവൾ. വെളുപ്പ് ശുദ്ധിയെ സൂചിപ്പിക്കുന്നു. ഇവിടെ പലതുണ്ട്. ഈ പലതുള്ളത് വാസ്തവത്തിൽ കലർപ്പാണ്. കാരണം ഇവിടെ ഒന്നേ ഉള്ളൂ. അപ്പോൾ ഈ കലർപ്പൊന്നുമില്ലാതെ ഏകമായി സദാ വസിക്കുന്ന, അതായത് ലോകത്തിൽ പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും യാതൊരുവിധ മാറ്റവും ഇല്ലാതെ നിൽക്കുന്ന വസ്തുവാണ്. അത്രയും ശുദ്ധ സ്വരൂപിണിയാണ്. അതുകൊണ്ട് ഇവിടെ വെളുത്ത വസ്ത്രം ധരിച്ചവളെ എന്ന് വിളിച്ചിരിക്കുന്നു. ആ അമ്മയ്ക്ക് നമസ്കാരം. നാനാലങ്കാരഭൂഷിതേ. വിവിധ തരം അലങ്കാരങ്ങൾ അണിഞ്ഞിട്ടുള്ളവളാണ്. സാധാരണ അർത്ഥത്തിലെടുക്കാം. ദേവിയുടെ സ്വരൂപം കണ്ടാൽ തന്നെ ഒരുപാട് ആഭരണങ്ങളുണ്ട് എന്നർത്ഥമെടുക്കാം. അതല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ദേവിയുടെ വിഭൂതിയാണ്. അപ്പോൾ പ്രപഞ്ചത്തെ മുഴുവൻ ആഭരണമായി അണിഞ്ഞവളാണ് ആ മഹാദേവി. ആ മഹാലക്ഷ്മിക്ക് നമസ്കാരം. ഇനി ഫലശ്രുതിയാണ്. 8 മന്ത്രങ്ങളും കഴിഞ്ഞു. ഇനി ആ മന്ത്രങ്ങൾ ദിവസവും ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ഗുണം എന്താണെന്ന് പറയുന്ന ഫലശ്രുതിയാണ്.
മഹാലക്ഷ്മി അഷ്ടകം സ്തോത്രം യഹ് പഠേത് ഭക്തിമാൻ നര. ഭക്തിയുള്ളവൻ ഈ സ്തോത്രത്തെ പഠിക്കുകയാണെങ്കിൽ സർവസിദ്ധിം അവാപ്നോതി രാജ്യം പ്രാപ്നോതി സർവദാ. എല്ലാ സിദ്ധിയെയും അവന് ലഭിക്കും. ഇവിടെ ആദ്യം തന്നെ പറഞ്ഞു ഭക്തിമാൻ ആയിരിക്കണം, ഭക്തി ഉള്ളവനായിരിക്കണം. ഭക്തി ഇല്ലാതെ വെറുതെ ചൊല്ലിയിട്ട് കാര്യമില്ല. അപ്പൊ ആദ്യം ഭക്തിയെ സമ്പാദിക്കണം. ആ ഭക്തിയോടുകൂടി ഈ സ്തോത്രത്തെ ദിവസവും ജപിക്കുകയാണെങ്കിൽ എല്ലാ സിദ്ധിയും ലഭിക്കും. ഇവിടെ ആ 8 സിദ്ധികൾ എന്ന അർത്ഥത്തിലും എടുക്കാം, ജീവിത വിജയം എന്ന അർത്ഥത്തിലും എടുക്കാം. ജീവിതത്തിൽ ഒരുപാട് ഉന്നതി ഉണ്ടാകും. അതുപോലെ രാജ്യം ലഭിക്കുമെന്ന് പറയുന്നു. രാജ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഒരു സ്ഥാനം, നമുക്കെന്ന് പറയുന്ന ഒരു ഇടമുണ്ടാകും. മനുഷ്യർ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒന്നാണ്, ഒരു സ്ഥാനം ഉണ്ടാവണം ലോകത്തിൽ എന്ന്. അപ്പൊ സ്ഥാനമാനങ്ങളും ഉണ്ടാകും. ഇതൊന്നും ഭക്തൻ ആഗ്രഹിക്കില്ല. ദേവിയുടെ ഭക്തി ഉള്ളിൽ ഉണ്ടായാൽ ആ പരമാനന്ദാനുഭൂതിയിൽ ഇങ്ങനെ സ്വയം മറന്നു ജീവിക്കും. പക്ഷേ ദേവിയുടെ കരുണ കൊണ്ട് ബാഹ്യമായ ഈ സിദ്ധിയും രാജ്യവും ഒക്കെ തനിയെ ലഭിക്കും. അപ്പോൾ ഈ സ്തോത്രം ഭക്തിയോടുകൂടി ജപിക്കണം. അങ്ങനെ ജപിക്കുകയാണെങ്കിൽ ബാഹ്യമായ ഐശ്വര്യവും ഉണ്ടാവും, ആന്തരികമായ അനുഭൂതിയും ഉണ്ടാവും. ഇങ്ങനെ ഭുക്തിയും മുക്തിയും ലഭിക്കും. അത്രയും ശ്രേഷ്ഠമായ ശക്തിയാണ് മഹാലക്ഷ്മി. ആ മഹാലക്ഷ്മിക്ക് നമസ്കാരം എന്നാണ് ഈ സ്തോത്രത്തിൽ പറയുന്നത്. മഹാലക്ഷ്മിയുടെ ഈ സ്തോത്രത്തെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഭക്തിയോടുകൂടി ദിവസവും ജപിക്കുക. ജീവിതത്തിൽ വളരെയധികം ശ്രേഷ്ഠത സമ്പാദിക്കാൻ ഇത് നമ്മെ പ്രാപ്തമാക്കും. അതിനുള്ള അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ മഹാലക്ഷ്മിയുടെ തൃപ്പാദങ്ങളിൽ ഈ സ്തോത്രത്തെ സമർപ്പിക്കുന്നു. ഹരിയും.